ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് അരുളിച്ചെന്നിട്ടുള്ള യഹോവയുടെ ശബ്ദം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന സൃഷ്ടാവിൻ്റെ ശബ്ദം നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വീഴ്ചകളിലും താഴ്ചകളിലും നാം തളർന്നു പോകാതിരിക്കാൻ നമ്മോടൊപ്പം കൂടെയുള്ള, വിളിച്ചാൽ നമ്മുടെ അടുക്കിലെത്തുന്ന, നമ്മെ അവരുടെ അടുക്കിലേക്ക് ക്ഷണിക്കുന്ന ആ ദൈവിക കരുതലിൻ്റെ അനുഭവം ഈ ദിവസം നമ്മുടെ ജീവിതം മുഴുവൻ നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിറയുവാൻ നമുക്ക് ഇടയാകട്ടെ. ശാന്തി നിറയുന്ന ജീവിതം, സമാധാനപൂർണമായ സന്തോഷപ്രദമായ ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. സെൻറ് തോമസ് മിഷൻ ടീമിൻ്റെ ഈ വർഷത്തെ തീം സോങ് ആയിരിക്കുന്ന കഷ്ടങ്ങളിലും തുണയായി വന്നൻ കർത്താവെന്നെ കരുതിയിടും, വേദന രോഗം പീഡകളിൽ തവ സാന്ത്വനമത ധൈര്യം പകരും എന്നാരംഭിക്കുന്ന ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കും. കഷ്ടങ്ങളിലും തുണയായി വന്ന് കർത്താവെന്നെ കരുതിയിടും, വേദന രോഗം പീഡകളിൽ തവ സാന്ത്വനമതു ധൈര്യം പകരും. കഷ്ടങ്ങളിലും തുണയായി വന്ന് കർത്താവെന്നെ കരുതിയിടും, വേദന രോഗം പീഡകളിൽ തവ സാന്ത്വനമതു ധൈര്യം പകരും. കഷ്ടങ്ങളിലും തുണയായി വന്ന് കർത്താവെന്നെ കരുതിയിടും, വേദന രോഗം പീഡകളിൽ തവ സാന്ത്വനമതു ധൈര്യം പകരും. ആത്മാവിൻ ഫലമെന്നിൽ നിറയ പ്രഭോ കടാക്ഷം ചൊരിയണമേ, ആത്മാവിൻ ഫലമെന്നിൽ നിറയ പ്രഭോ കടാക്ഷം ചൊരിയണമേ. ശാന്തി നിറയും മാനസം നീ ഏകിടുദാസരിലെന്നും, ശാന്തി നിറയും മാനസം നീ ഏകിടുദാസരിലെന്നും. കഷ്ടങ്ങളിലും തുണയായി വന്ന് കർത്താവെന്നെ കരുതിയിടും, വേദന രോഗം പീഡകളിൽ തവ സാന്ത്വനമതു ധൈര്യം പകരും.
സന്നിധിയിൽ നിന്നെന്നെ തള്ളിയിടരുതേ കർത്താവേ. പ്രീതനാവുക പാദപീഠിൽ ഞാനടയ്ക്കും മിഴിനീരിൽ. പ്രീതനാവുക പാദപീഠിൽ ഞാനടയ്ക്കും മിഴിനീരിൽ. കഷ്ടങ്ങളിലും തുണയായി വന്ന് കർത്താവെന്നെ കരുതിയിടും. വേദനരോഗം പീഡകളിൽ തവ സാന്ത്വനമതു ധൈര്യം പകരും. കഷ്ടങ്ങളിലും തുണയായി വന്ന് കർത്താവെന്നെ കരുതിയിടും. വേദനരോഗം പീഡകളിൽ തവ സാന്ത്വനമതു ധൈര്യം പകരും. യഹോവയായ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവജനമേ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി പരമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധി നമുക്ക് ആയിരിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വഴിനടത്തിയ ദൈവം, അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും വഴിനടത്തിയതായ ദൈവം, യാക്കോബിനോട് കൂടെ ഇരുന്ന് വഴിനടത്തിയ ദൈവം, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാണിച്ചെന്ന ആ നല്ല മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെയും മനസ്സിനെയും ശരീരം നമുക്ക് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ കഷ്ട അനുഭവത്തിലും നമ്മുടെ പിതാക്കന്മാരെ വഴിനടത്തിയ ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെയും കടന്നു വന്നുകൊള്ളട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഏലിയാവിന്റെയും ഒക്കെ ദൈവം നമ്മളെ നടത്തുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ദുർമാർഗങ്ങളൊക്കെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. യാക്കോബിൻ ദൈവത്തെ സ്തുതിച്ചിടുവിനുള്ള ഗാനം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഗാനം പാടി ആരംഭിക്കാം. യാക്കോബിൻ ദൈവത്തെ സ്തുതിച്ചിടുവിൻ.